ചായക്കൊപ്പം എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ മിക്സറിൻ്റെ ജാറിലേക്ക് 1 കപ്പ് നല്ല ഫൈനായിട്ടുള്ള അരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഞാനിവിടെ വറുത്ത അരിപ്പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലേക്ക് 1/4 കപ്പ് ഗോതമ്പ് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മധുരത്തിന് പാകത്തിന് ശർക്കരപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1.5 കപ്പ് ശർക്കര പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് അഴുക്കൊന്നുമില്ലാന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 4 ഏലക്കയുടെ തൊണ്ടൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ സാധാരണ ജീരകമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഇനി 3/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം കുറച്ചായിട്ട് മാത്രം ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ കൂട്ട് തയ്യാറാക്കിയെടുക്കാം. അഥവാ നിങ്ങളുടെ ശർക്കരയിൽ അഴുക്കുണ്ട് തോന്നുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ശർക്കര പാനിയാക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് 1/4 കപ്പ് റവ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. റവ കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതൊരു ബൗളിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് നമ്മുടെ കൂട്ടിരിക്കേണ്ടത്. ഇനി ഒരു പാനിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് 1/2 കപ്പ് തേങ്ങ ചിരകിയത് ഒന്ന് വറുത്തെടുക്കാം. ഒരുപാട് കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. ഒരു ലൈറ്റ് ബ്രൗൺ കളർ അടിക്കുന്നവരെ മാത്രം വറുത്തെടുത്താൽ മതി. ഈ ഒരു പാകത്തിനാവുന്നത് വരെ മാത്രം ഞാനിവിടെ വറുത്തെടുത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ വെളുത്ത എള്ളും കൂടെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്ത എള്ളിന് പകരം നിങ്ങൾക്ക് കറുത്ത എള്ള് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് 1/4 ടീസ്പൂണിൻ്റെ പകുതി അളവ് ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്ത് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ബേക്കിംഗ് സോഡ ചേർക്കുമ്പോഴാണ് ഈ ഒരു പലഹാരം നല്ല പോലെ പൊങ്ങിയൊക്കെ കിട്ടുന്നത്. ഇനി ഇത് ഉണ്ണിയപ്പ ചട്ടിയിലിട്ടിട്ടാണ് ചുട്ടെടുക്കാൻ വേണ്ടി പോകുന്നത്. വളരെ കുറച്ച് എണ്ണ മാത്രമേ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇതുപോലെ കുറച്ച് എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഈ ഒരു കൂട്ട് എല്ലാ കുഴിയിലേക്കും ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഗ്ലാസ്സിലാക്കി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ പൊങ്ങി വരുന്നത് വരെയാണ് ഇതൊന്ന് വേവിച്ചെടുക്കേണ്ടത്. ഏകദേശം ഒരു 5-6 മിനിറ്റ് എടുക്കും ഇത് നന്നായിട്ട് വെന്ത് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അതിന് മറിച്ചിട്ടും കൂടെ കൊടുക്കാം. അടുത്ത ഭാഗം ഒന്ന് ചെറുതായിട്ട് മൊരിയിച്ചെടുക്കാൻ മാത്രമേ വേണ്ടൂ. അതിന് ഒരുപാട് സമയം എടുക്കില്ല. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ വെന്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം മറിച്ചിട്ട് ഒരു 1-2 മിനിറ്റ് മാത്രം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. വേണമെങ്കിൽ മാത്രം കുറച്ച് എണ്ണ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ എണ്ണയ്ക്ക് പകരം നെയ്യ് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോഴും രുചി നല്ലപോലെ തന്നെ കൂടും. അപ്പോൾ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ കുറച്ച് എണ്ണ ഉപയോഗിച്ചാണ് ഈ ഒരു പലഹാരം ഉണ്ടാക്കിയിരിക്കുന്നത്. അരിപ്പൊടിയും ശർക്കരയും തേങ്ങയും ഉള്ളത് കൊണ്ട് തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരം തന്നെയാണ്. ഇതിലെ ബേക്കിംഗ് സോഡ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കിയിട്ട് വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷേ ഇതുപോലെ പൊങ്ങി വരില്ല. ആ ഒരു വ്യത്യാസം മാത്രമേ ഉണ്ടാകുള്ളൂ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത് കേട്ടോ.